ഇത്രയും കാലത്തിൻ്റെ ആശ്ചര്യചിഹ്നങ്ങളൊക്കെ ചോദ്യചിഹ്നങ്ങളായിട്ട് മാറുന്ന സമയങ്ങളാണ്. ഒന്ന് നോക്കിയാൽ എത്ര വേഗമാണ് നമ്മുടെ ആലയ പരിസരങ്ങളൊക്കെ വിമർശനങ്ങൾക്കും ഒരാൾക്കെതിരെ ഉപായങ്ങൾ മെനയുന്നതിനുമൊക്കെ വേദിയായിട്ട് പരിണമിക്കുന്നത്. ശാന്തത തളം കെട്ടി നിൽക്കേണ്ടുന്ന ഇത്തരം സ്ഥലങ്ങളൊക്കെ എത്രമേൽ അസ്വസ്ഥമാകുന്നുണ്ട് നമ്മുടെ വിചാരങ്ങൾ കൊണ്ടുപോലും, അല്ലേ? മനുഷ്യൻ ദൈവവുമായി പൊരുത്തപ്പെടാഞ്ഞതുകൊണ്ടാണല്ലോ കുരിശുയർന്നത്. സത്യത്തിൽ നമ്മളോട് പൊരുത്തപ്പെടാത്തവർക്കൊക്കെ നമ്മളും ഈ പേര് ചാർത്താറുണ്ട്. നോക്കണം, ഒരു മനുഷ്യനെ കുരുക്കിടാൻ എന്തെല്ലാം ഉപായങ്ങളായിട്ടാണ് കുറച്ചധികം ആളുകൾ അവൻ്റെ പിന്നാലെ ഇങ്ങനെ, അല്ലേ? ഒന്നും കിട്ടാതെ വന്നപ്പോൾ അവൻ ദൈവദൂഷണം പറയുന്നുവെന്ന് കുറ്റം ചുമത്തുന്നു. എല്ലാ കാലത്തും ജനവികാരം ഇളക്കി അന്തരീക്ഷം വഷളാക്കാൻ സാധിക്കുന്നത് മതത്തെ തൊടുമ്പോഴാണ്. ഒരുവൻ്റെ അഭിപ്രായങ്ങളും തമാശകളും സർവ്വ സ്വാതന്ത്ര്യങ്ങളെ പോലും കൊണ്ട് കെട്ടിയിടുന്നത് മതമെന്ന തോണിന്മേലാണ്. പിന്നീട് മതത്തിൻ്റെ നിറം പൂശിയാണ് അയാളുടെ പ്രവർത്തികൾക്ക് പോലും മാർക്കിടുന്നത്, അന്നും ഇന്നും.